എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രീസറൊക്കെ കട്ട പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം അത് ഉരുക്കി ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്രീസറിലുള്ള കട്ട പിടിച്ച ഐസൊക്കെ ഉരുക്കി കളഞ്ഞ് പെട്ടെന്ന് തന്നെ ഫ്രീസർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. ഇതുപോലെ കട്ട പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ല് നല്ല പോലെ കൂടാൻ വേണ്ടിയിട്ട് ഉള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഐസൊക്കെ പെട്ടെന്ന് തന്നെ ഒരുക്കി കളയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്രിഡ്ജിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ പുറത്തേക്ക് ഒരുപാട് ഒലിച്ചിറങ്ങും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് മുൻപ് നമ്മളൊരു കുഞ്ഞു ടിപ്പ് കാണിക്കാം. ഇത് നമ്മളിന്ന് ചെയ്ത് നോക്കിയപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ പുതിയത് വാങ്ങുമ്പോൾ ഇതുപോലുള്ള സ്റ്റിക്കർ ഉണ്ടാവില്ലേ, അപ്പോൾ അത് പറിച്ചെടുത്താൽ ചിലപ്പോൾ നമ്മൾ വെറുതെ പറിച്ചെടുത്ത് കളഞ്ഞാൽ ആ ഒരു പശയൊക്കെ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ അവിടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്കിതുപോലെ ആ ഒരു സ്റ്റീലിൻ്റെ പാത്രം നമ്മളിതൊന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. ഒന്ന് ചൂടായതിന് ശേഷം പറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ആ പേപ്പറോ പശയോ ഒന്നും അവിടെ ഒട്ടിപ്പിടിക്കില്ല. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ, അത് നമുക്ക് ഇതാ നല്ല പോലെ അതിൻ്റെ പേപ്പറൊക്കെ ഒട്ടിപ്പിടിച്ചത് കണ്ടോ. ഈ ഒരു അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാം ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പോളും നമ്മൾ വേറെ കാണിക്കുന്നത്. അപ്പോൾ ഈ കട്ട പിടിച്ച ഫ്രീസർ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കട്ടയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒരു 2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നല്ല പോലെ തന്നെ കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടും അതുപോലെ തന്നെ എപ്പോഴും ഇതുപോലെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സർവീസ് ചെയ്യുന്നതാവും നല്ലത്. അപ്പോൾ നമ്മളത് ഡോറ് ശരിക്കും അടയാത്തത് കൊണ്ട് ഫ്രീസർ നല്ല പോലെ കട്ട പിടിച്ചതാണ്. അപ്പോൾ അതിന് നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ കുറച്ച് ഉപ്പിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ ഈ ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇട്ടാലും മതി കേട്ടോ, പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐസൊക്കെ പെട്ടെന്ന് ഉരുകി കളയും. പിന്നെ നാരങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചവെള്ളം ഒഴിച്ച് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നല്ല പോലെ തന്നെ ഈ ഒരു ഉപ്പ് ഈ വെള്ളത്തിൽ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു അരിപ്പ വെച്ച് ചെയ്തത് ഈ അടിവശത്തും സൈഡിലും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ഉപ്പ് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ നമ്മൾ ഈ ഒരു ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ബോട്ടിൽ നല്ല പോലെ തന്നെ നമ്മളൊന്ന് അടച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉപ്പ് അരിപ്പ കൊണ്ട് തട്ടാത്ത സ്ഥലത്തൊക്കെ, ഉപ്പ് എത്താത്ത സ്ഥലത്തൊക്കെ ഈ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്ത് ആ ഒരു അതിൽ നല്ലപോലെ ഫോർക്കൊക്കെ വെച്ച് കുത്തി ആ ഒരു നീര് എല്ലായിടത്തും ഫ്രീസറിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളത് കാണിക്കുന്നില്ല. ആ ഒരു ടിപ്പ് അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക. കണ്ടോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രീസറിലെ കട്ടയൊക്കെ നല്ല പോലെ തന്നെ ഇളക്കി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലായിടത്തും നല്ല പോലെ തന്നെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നല്ല പോലെ ഇളകി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒരു പ്രസ് ചെയ്താൽ നമുക്ക് ഐസ് അലിയും കേട്ടോ. പക്ഷെ അത് അലിയുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രീസറിൻ്റെ ബാക്കിലുള്ള ഫ്രിഡ്ജിൻ്റെ ബാക്കിലുള്ള ആ ഒരു ട്രേയിലൊക്കെ വെള്ളം നല്ല പോലെ തന്നെ ഒലിച്ചു പോകും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും വെള്ളം ലീക്കായി ഇങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കട്ട പിടിച്ചതൊക്കെ ഒന്ന് അലിയും. അത് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് നമ്മുടെ കിച്ചണിലോ അതിൻ്റെ ബാക്ക് സൈഡിലോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊന്നും പോവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യാട്ടോ. ഉപ്പ് എല്ലായിടത്തും ഒന്ന്
ഇട്ട് കൊടുക്കുക. സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് തുടച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഒരു അരിപ്പയിലിട്ട് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫ്രീസറിൽ കട്ട പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതല്ലെങ്കിൽ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്തുകൊണ്ട് നല്ലപോലെ തന്നെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു നീര് തട്ടിയാലും ഉരുളക്കിഴങ്ങിൻ്റെ നീര് തട്ടിയാലും പെട്ടെന്ന് തന്നെ കട്ട പിടിക്കില്ല. ഇനി നമ്മൾ നാരങ്ങ വെച്ചിട്ട് ഉണ്ടായിരുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് നാരങ്ങയൊന്നുമല്ല, ഇതുപോലെ കുറച്ച് ഉണങ്ങിയിട്ടുള്ള നാരങ്ങയാണ്. ഇത് നമ്മൾ വെള്ളം കലക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കൊന്നും പറ്റില്ല, കാരണം ഒരു കയ്പുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള നാരങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്പൂണ് മുഴുവനായിട്ടുള്ള ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയും ഒരു സ്പൂണ് ബേക്കിംഗ് സോഡയും, ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല, വിനാഗിരിയോ ഉപ്പോ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും ഇനി നല്ല പോലെ കറ പിടിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡോ ഒരു സ്പൂണ് ഡിഷ് വാഷ് ലിക്വിഡ്, അതുപോലെ തന്നെ ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർക്കുക. ഇനി നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ കറ പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കരിമ്പന് ചെളിയൊക്കെ അടിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ടവലിൽ കുറച്ച് നനച്ച് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷനിൽ മുക്കി നല്ല പോലെ തന്നെ ഒന്ന് തുടച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറുള്ളത്. നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ ചെയ്താൽ തന്നെ മതി. ആ ഒരാഴ്ച ഫുൾ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ആയിട്ടിരിക്കും. കണ്ടോ, ഇത്രയും ചെളി നമുക്ക് ഇതിൽ നിന്ന് പോന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ എല്ലായിടത്തും നമുക്ക് തുടച്ച് കൊടുക്കുക. ഫ്രീസറിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ എല്ലായിടത്തും നമുക്ക് ഇതുപോലെ തുടച്ച് കൊടുക്കുക. കുറച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമാക്കിയാണ്ട് നമുക്ക് നല്ല പോലെ തന്നെ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ മുഴുവനായിട്ട് ട്രേ ഒക്കെ കഴുകി വെച്ചതായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ചെളിയില്ല. എന്നാൽ കൂടിയിട്ട് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലായിടത്തും ഇത് വെച്ചിട്ട് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മളൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര തുടച്ചിട്ടും കഴുകിയിട്ടും പോവാത്ത കറയും അതുപോലെ തന്നെ പാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ലാത്തതൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പോവാത്ത പാടെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രാച്ചൊക്കെ വീണാൽ അത് പോവില്ല, അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.